ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഞാൻ ഈ ക്ലീനിങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പം ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാമോ, ബാത്റൂം ക്ലീനിങ് ടിപ്സ് പറയാമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ബാത്റൂം ക്ലീനിങ് വീഡിയോ ആണ്. ബാത്റൂം ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും ഒക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ബാത്റൂം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഹോം ടൂർ കണ്ടിട്ടുള്ളവർക്കറിയാം 2 ബാത്റൂമാണുള്ളത്. ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബാത്റൂം തന്നെയാണ്. നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും ഇരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതിപ്പോൾ ആരാണെങ്കിലും യൂസ് ചെയ്യുന്നവർ അപ്പം തന്നെ ക്ലീൻ ആക്കി പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബാത്റൂമിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്, പിന്നെ ടൂത്ത് ബ്രഷ് ഹോൾഡർ ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ കോർണർ ഗ്ലാസ് ഷെൽഫ്, ഇൻസ്റ്റൻറ്റ് ബാത്റൂം ഫ്രഷ്നർ, പിന്നെ മോപ്പ് ഹോൾഡർ ഉണ്ട്, അതുപോലെ ബാത്റൂം റാക്ക് 2 ഉണ്ട്. ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ബാത്റൂമിലുള്ളത്. അപ്പോൾ ഓരോരോ റാക്കിലും ഹോൾഡറിലും നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ട സാധനങ്ങളും ബാത്റൂമിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങുമ്പം, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ബാത്റൂമിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോളിൻ, ഗ്ലാസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കോളിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വിനീഗറും വെള്ളവും അതുപോലെ ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ചധികം ക്ലീനിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ആവശ്യമാണ്. അപ്പം ഞാൻ പല സാധനങ്ങൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലൗസാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം, ഇതുപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വേറൊരു ആവശ്യത്തിന് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വേണം വെക്കാനായിട്ടും. അപ്പോൾ നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വാഷ് ബേസിനും അതുപോലെ ക്ലോസറ്റും ഒക്കെ നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടാണോ ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലിക്വിഡ് നമ്മൾ ഇതിലൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ട് എടുത്തിരിക്കുന്നത് ബാത്റൂം ക്ലീനറാണ് കേട്ടോ. ഇത് ഹാർപ്പിക്കിൻ്റെ ബാത്റൂം ക്ലീനറാണ്. ഇനിയിപ്പോൾ നമ്മൾ ടോയ്ലറ്റിലാണെങ്കിൽ ഹാർപ്പിക്ക് ഒഴിച്ച് വയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ടോയ്ലറ്റ് ക്ലീനർ അതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഹാർപ്പിക്കിൻ്റെ ടോയ്ലറ്റ് ക്ലീനർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മളൊന്ന് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പം ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ബാത്റൂമും അതുപോലെ ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവണം എവിടെയാണ് തുടങ്ങേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഡെയിലി നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതിയാകും. അപ്പം പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് നമുക്ക് വലിയ പണിയൊന്നും വരില്ല. ഇപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ എനിക്ക് അധികം സമയമൊന്നും എടുക്കില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് മാത്രം കാണുമ്പോൾ അറിയാം വലിയ വൃത്തികേടൊന്നും അല്ല, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആ പൈപ്പിലെല്ലാം ഒന്ന് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വിനീഗറും വെള്ളവും അതുപോലെ ഡിഷ് വാഷും കൂടിയുള്ള ഒരു മിക്സ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കത് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബക്കറ്റും കപ്പും ഒക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ വിനീഗറുള്ള ആ മിക്സും അതുപോലെ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ഒക്കെ നന്നായിട്ട് പോയി നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അതിപ്പോൾ പൈപ്പാണെങ്കിലും ബക്കറ്റാണെങ്കിലും കപ്പാണെങ്കിലും നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതിനുശേഷം അതെല്ലാം നമ്മൾ കഴുകി വെച്ചിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യണം, മിറർ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിനാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കോളിനല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈബ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് മിറർ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ബാത്റൂം ഫ്രഷ്നറാണ്. അതൊരു സ്പ്രേ ആണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിലെ അഴുക്ക് നിങ്ങൾ കണ്ടല്ലോ, പൊടി അടിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ വൈപ്സ് വെച്ചിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാത്റൂം റാക്ക്, അതാണെങ്കിലും ഞാൻ വൈപ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിലെ ചെളിയും പൊടിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും.
അങ്ങനെ അതും വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇത് കോർണർ ഷെൽഫാണ് ഗ്ലാസിൻ്റെ. അപ്പം ഇതെല്ലാം നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണർ ഷെൽഫിൻ്റെയും ബാത്റൂം റാക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ മോപ്പ് ഹോൾഡറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു റാക്കിൽ തന്നെയാണ് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വാഷ് ബേസിനിലാണ് ക്ലീനിങ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ, രണ്ട് സൈഡിലെയും ബ്രഷ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളൊരു 10 മിനിറ്റോളം നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്രഷും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ അത് വെക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് വെക്കുക. അങ്ങനെ വാഷ് ബേസിനൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ തന്നെ പൈപ്പിലും ഈ ഒരു ടോയ്ലറ്റ് ഷവറിലും ഒക്കെ വിനീഗറിൻ്റെ മിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഈ ഒരു സ്ക്രബ്ബറിലേക്ക് കുറച്ച് നമ്മുടെ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്താലും പെട്ടെന്നൊന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പൈപ്പെല്ലാം ഞാൻ വൃത്തിയാക്കി അതെല്ലാം വെള്ളമൊഴിച്ച് നല്ല നീറ്റാക്കി തുടച്ച് വെച്ചതിന് ശേഷം ഞാൻ അടുത്തത് നമ്മുടെ ബാത്റൂമിലെ ടൈലിലെല്ലാം ഈ ഒരു വിനീഗറിൻ്റെ മിക്സ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നിങ്ങനെ ഉരച്ച് കഴുകുകയാണ്. അപ്പം അധികം അഴുക്കില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയാൽ മതിയാകും, പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ടൈലെല്ലാം കഴുകിയതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ വാഷ് ചെയ്ത് വൃത്തിയാക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്തുള്ള എല്ലാ ഭാഗത്തെയും നമ്മൾ ഉരച്ച് കഴുകിയിരിക്കുന്നിടത്ത് എല്ലാം വെള്ളം ചെന്ന് അത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളൊരു തുണിയിട്ട് ആ ഒരു വെള്ളമെല്ലാം ഒന്ന് തുടയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണിയിട്ട് തുടയ്ക്കാം. ഞാനിപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു ടൈലെല്ലാം തുടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വീണ്ടും പൈപ്പിലൊക്കെ അഴുക്കായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒന്ന് തുടച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും അവസാനമായിരിക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ താഴെ ടൈലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിയും. അപ്പം ഇത് ക്ലോസറ്റ് കഴുകുന്ന ബ്രഷാണ്. അതാണെങ്കിലും നമ്മൾ ക്ലോസറ്റൊക്കെ കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ബ്രഷിലെ വെള്ളം എല്ലാം വാർന്നു പോയതിന് ശേഷം വേണം നമ്മൾ അതെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ഉരച്ച് കഴുകുകയാണ്. പിന്നെ അധികം ഞാൻ പറഞ്ഞല്ലോ, അധികം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങുമ്പം ഏറ്റവും അഴുക്കായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുളിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മളൊരു ഏപ്രൺ ഇട്ടിട്ട് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മുടെ ക്ലോസറ്റ് ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ബാത്റൂം ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സ്പിൻ മോപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പിൻ മോപ്പ് ഞാൻ ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അത് പോകാനായിട്ട് ഞാൻ ഈ വിനീഗറൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഈ ടൈലിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ വരുന്നത് കണ്ടോ, അതിൽ ഈ കറുത്ത പാടുകൾ പോകാനായിട്ട് നമ്മൾ ഈ സോഡാപ്പൊടിയും വിനീഗറും കൂടിയുള്ള മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അത് കളയാനായിട്ട് പറ്റും. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയപ്പോഴത്തേക്കും അത് പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ബാത്റൂം ക്ലീനർ ബ്രഷ് ഉണ്ട്, ആ ഒരു ടൈല് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ഫുള്ള് സോഡാപ്പൊടിയും വിനീഗറും മിക്സും കൂടെ ഞാൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉരച്ച് കഴുകി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ടൈലൊക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊരു വൈപ്പർ വെച്ചിട്ട് അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് മോപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ടൈലൊക്കെ നല്ല വൃത്തിയായി നല്ല ക്ലീനായിട്ട് ഇങ്ങനെ നല്ല തിളങ്ങുന്ന പോലെ കിട്ടത്തില്ലേ, അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മോപ്പും കൂടെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂം നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ
അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അപ്പം യൂസ് ചെയ്യുന്ന വാഷ് ബേസിൻ ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും ഒക്കെ കുളിക്കുന്നതിന് മുന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ബാത്റൂം എല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മേളിലത്തെ ഈ ഒരു സീലിങ്ങും എക്സോസ്റ്റ് ഫാനും ഒക്കെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാം വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഹോൾഡറിലാണ് ഞാൻ ഈ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷുകളും മോപ്പും അതുപോലെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും എടുത്ത് തിരിച്ച് വെക്കുന്നതിന് മുന്നായിട്ട് തന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു നമ്മുടെ ഹാൻഡ് വാഷും അതുപോലെ ഈ ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡറും ഒക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് തിരിച്ച് വയ്ക്കുന്നത്. പിന്നെ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് വെക്കുകയാണെങ്കിൽ അതിലെ പൊടികളൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് അതാത് സ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂമിലെ എല്ലാ സാധനങ്ങളും തിരിച്ച് അതേപടി വെച്ച് ബാത്റൂം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്